ഏറ്റവും കൂടുതൽ എതിർത്ത് നിന്നത് നമ്മുടെ ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഭാരതീയ ജനതാ പാർട്ടി നയിക്കുന്ന നമ്മുടെ സെൻട്രൽ ഗവൺമെൻറ്റാണ്. അവർ പറഞ്ഞിട്ടുള്ള ആദ്യം മുതലേ പറഞ്ഞിരുന്നത് ഇതൊരു മാരേജ് എന്ന് പറയുന്ന വിഷയം കോടതിക്ക് തീരുമാനിക്കാനുള്ളതല്ല, ഇത് ഗവൺമെൻറ്റിനുള്ളതാണ്, ഇത് സെൻട്രൽ ഗവൺമെൻറ്റാണ് തീരുമാനിക്കുന്നത് എന്നുള്ളൊരു നിലപാടാണ് അവരെടുത്തിട്ടുണ്ടായിരുന്നത്. മറ്റൊന്ന് അവർ പറഞ്ഞത് സെയിം സെക്സ് മാരേജ് വുഡ് ക്രിയേറ്റ് കെയോസ് എന്നതാണ്. ഈ കെയോസ് എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ എന്നുകൊണ്ട് അർത്ഥമാക്കുന്നത്, നിങ്ങൾ വിവാഹം ഇവരെ അനുവദിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഹിന്ദു ലോ, ഈ മുഹമ്മദിയൻ ലോ, ക്രിസ്ത്യൻ ലോ ഒക്കെ തൊടണം. മാത്രമല്ല ഇതും കഴിഞ്ഞ് ഇതിൻ്റെ വിവാഹമോചനം, ദത്തെടുക്കൽ, ഗാർഡിയൻഷിപ്പ് തുടങ്ങിയിട്ടുള്ള എല്ലാ സാധനങ്ങളും തൊടണം. അങ്ങനെ മൊത്തത്തിൽ തൊട്ടു വരികയാണെങ്കിൽ ഇവിടെയുള്ള മതത്തിൻ്റെ നിയമത്തിന് മുകളിലുള്ള അടിത്തറയിൽ വലിയ രീതിയിലുള്ള പ്രശ്നം സംഭവിക്കും. ഇതാണ് ഇവരിവിടെ സെൻട്രൽ ഗവൺമെൻറ് പറഞ്ഞിട്ടുള്ള ഈ പ്രശ്നം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അവരുടെ റിട്ടേൺ സ്റ്റേറ്റ്മെൻറ്റ്, അഫിഡവിറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം മനസ്സിലാവും. മുഴുവൻ ആദ്യം മുതൽ അവസാനം വരെ ഇത് മതത്തിനെ ബാധിക്കും എന്ന തരത്തിലാണ് പോയിക്കൊണ്ട് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് സെൻട്രൽ ഗവൺമെൻറ് ഇതിനകത്ത് എടുത്തിട്ടുള്ള സ്റ്റാൻഡ് എന്ന് പറയുന്നത്.